നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യം അധ്യായം 5 94 തുടങ്ങി 102 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ദേവി ഭാഗവതം കേട്ടാലുള്ള പുണ്യലഭ്യതയെപ്പറ്റി വർണ്ണിക്കുകയാണ് ഈ അധ്യായത്തിൽ മിക്ക ശ്ലോകങ്ങളിലും. പിന്നെയും സൂതൻ തുടരുകയാണ്. ശ്ലോകം 94. ന ഗായത്ര്യാ പരോ ധർമ്മോ ന ഗായത്ര്യാ പരം തപഃ ന ഗായത്ര്യാ സമം ദേവോ ന ഗായത്ര്യാ പരോ മനുഃ. ഗായത്രിക്കപ്പുറമായി ഒരു ധർമ്മവുമില്ല. ഗായത്രിക്ക് അതീതമായ ഒരു തപസ്സും ഇല്ല. ഗായത്രിക്ക് സമനായ ഒരു ദേവനുമില്ല. ഗായത്രിക്ക് ഉപരിയായ ഒരു മന്ത്രവും ഇല്ല. ശ്ലോകം 95. ഗാതാരം ത്രായതേ യസ്മാദ് ഗായത്രീ തേന്യസോച്യതേ സഹസ്ര ഭഗവതേ ദേവി സരഹസ്യ പ്രതിഷ്ഠിത. ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ ഗായത്രി എന്ന് പറയുന്നു. ആ ഗായത്രി ദേവിയാണ് ഈ പുരാണത്തിൽ രഹസ്യമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ശ്ലോകം 96. അതോ ഭാഗവതസ്യ ദേവ്യാ പ്രീതികരസ്യ ച മഹാന്ത്യപി പുരാണാനി കലാംനാർഹന്തി ഷോഡശിം. അതുകൊണ്ട് ദേവിക്ക് അത്യന്തം പ്രീതികരമായ ഈ ഭാഗവതത്തിൻ്റെ 16 ഒരു കലയ്ക്ക് പോലും തുല്യമല്ല മഹാപുരാണങ്ങൾ ഒന്നും തന്നെ. ശ്ലോകം 97. ശ്രീമദ് ഭാഗവതം പുരാണം അമലം യദ് ബ്രാഹ്മണനാം ധനം ധർമ്മോ ധർമ്മസുതേന യത്ര ഗതിതോ നാരായണോ അമലഃ. ഗായത്രാക്ഷരഹസ്യമത്ര ച മണിദ്വീപച്ഛ സംവർണിതഃ ശ്രീദേവ്യാ ഹിമഭൂഭൃതേ ഭഗവതി ഗീതാ ച ഗീതാ സ്വയം. ശ്രീമദ് ഭാഗവതമെന്ന പരിപാവനമായ ഈ പുരാണം ബ്രാഹ്മണരുടെ ധനമാണ്. നാരായണ സ്വരൂപിയായ ധർമ്മനന്ദനൻ പരിപാവനമായ ധർമ്മം ഉപദേശിക്കുന്നത് ഇതിൽ കാണാം. ഗായത്രി മന്ത്രത്തിൻ്റെ രഹസ്യവും മണിദ്വീപത്തിൻ്റെ വർണ്ണനയും ഇതിലുണ്ട്. ശ്രീദേവി ഭഗവതി ഹിമാദ്രിക്ക് ഉപദേശിച്ച ഗീതയും ഇതിൽ കാണാം. ശ്ലോകം 98. തസ്മാന്നാസ്യ പുരാണസ്യ ലോകേന്യസദൃശം പരം അതഃ സദൈവ സംസേവ്യം ദേവീ ഭാഗവതം ദ്വിജാഃ. അതിനാൽ ഇതിനേക്കാൾ ഉത്തമമോ ഇതിനു തുല്യമോ ആയ ഒരു പുരാണം ലോകത്തിൽ ഇല്ല തന്നെ. അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണരെ, ദേവീ ഭാഗവതം എപ്പോഴും ഉപാസിക്കപ്പെടേണ്ടതാണ്. ശ്ലോകം 99. യസ്യാ പ്രഭാവമഖിലം നഹി വേദധാത നോ വാ ഹരിർന ഗിരിശോ നഹി ചാപ്യനന്തഃ അംശാംശക അഭിജതേ കിംബുദ്ധ്യാന്യദേവാ സ്തസ്യൈ നമോസ്തു സതതം ജഗദംബികായൈ.
ആ ദേവിയുടെ സമസ്ത മഹിമയും ബ്രഹ്മാവിനോ വിഷ്ണുവിനോ ഗിരീശനോ അനന്തനു പോലുമോ അറിയാൻ കഴിയുന്നില്ല. കാരണം അവരെല്ലാം പരാശക്തിയുടെ അംശങ്ങളാണ്. പിന്നെ അന്യദേവന്മാരുടെ കാര്യം പറയണോ? അതിനാൽ ഞാൻ ആ ജഗദംബികയെ സദാ നമസ്കരിക്കുന്നു. ശ്ലോകം 100. യത്പാദപങ്കജരജസമവാപ്യ വിശ്വം ബ്രഹ്മാ സൃജിത്യനുദിനം ച ബിഭർത്തി വിഷ്ണു രുദ്രക്ഷ സംഹരതി നേത്രജഥാ സമർത്ഥാത് തസ്യൈ നമോസ്തു സതതം ജഗദംബികായൈ. ആരുടെ പാദപങ്കജ രജസ് എടുത്തിട്ടാണോ ബ്രഹ്മാവ് ഈ വിശ്വം ചമയ്ക്കുന്നതും വിഷ്ണു നിത്യവും പരിരക്ഷിക്കുന്നതും രുദ്രൻ സംഹരിക്കുന്നതും മറ്റൊരു തരത്തിലും അവർക്കോരോരുത്തർക്കും അതിനുള്ള സാമർഥ്യം ലഭിക്കാതിരിക്കുന്നതും ആ ജഗദംബികയെ ഞാൻ സദാ നമസ്കരിക്കുന്നു. ശ്ലോകം 101. സുധാകൃപാരാന്തസ്ത്രിദശതരുവാടീ വിലസിതേ മണിദ്വീപേ ചിന്താമണിമയഗൃഹേ ചിത്രരുചിരേ വിരാജന്തീമാംബാം പരശിവഹൃതിസ്മേരവദനാം നരോധാത്വാഭോഗം ഭജതി ഖലു മോക്ഷം ച ലഭതേ. സുധാസമുദ്രത്തിനുള്ളിലുള്ള ദേവതരുവാടിയിൽ പ്രശോഭിക്കുന്ന മണിദ്വീപത്തിലെ അത്യന്ത വിചിത്രവും രുചിരവുമായ ചിന്താമണിമയ ഗ്രഹത്തിൽ വിരാജിച്ച് അരുളുന്നവളും ശിവഹൃദയത്തിൽ തൂമന്ദഹാസം തൂകിത്തിളങ്ങുന്നവളുമായ ജഗദംബികയെ ധ്യാനിച്ചാൽ സർവൈശ്വര്യങ്ങളും മുക്തിയും ലഭിക്കും. ശ്ലോകം 102. ബ്രഹ്മേശ അച്യുത സഹാദ്യൈർമഹർഷിഭിരുപാസിതാഃ ജഗതശ്രേയസേ സാസ്തു മണിദ്വീപാധിദേവത. ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും മഹർഷിമാരും ഉപാസിക്കുന്ന ആ മണിദ്വീപത്തിൻ്റെ അധിദേവത ജഗത്തിൻ്റെ ശ്രേയസ്സിനായി ഭവിക്കട്ടെ. ഇത് ശ്രീ സ്കന്ദപുരാണേ മാനസഖണ്ഡേ ദേവീ ഭാഗവത മാഹാത്മ്യേ പഞ്ചമോധ്യായഃ. സമാപ്തമിദം സ്കാന്ദീയം ശ്രീമദ് ദേവീ ഭാഗവത മാഹാത്മ്യം. ശ്രീമദ് ദേവീ ഭാഗവത മാഹാത്മ്യം ഇതോടുകൂടി സമാപിച്ചു. ഇനിയും ശ്രീമദ് ദേവീ ഭാഗവതം ആരംഭിക്കുകയാണ്. നമ്മൾ നവാഹത്തിൽ ചൊല്ലുന്ന ശ്രീമദ് ദേവി ഭാഗവതം. ഇതുവരെ ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യമാണ് വർണ്ണിച്ചത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.